ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളൻ്റെ ആർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ്, ഈ ഒരു സമയം മറ്റുള്ളവർ നിങ്ങളെങ്ങനെ കാണുന്നു അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ നെഗറ്റീവാണ് മറ്റുള്ളവർ ചിന്തിക്കുന്നതെങ്കിൽ അതിലെന്തെങ്കിലും കാര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റാം. പോസിറ്റീവാണെങ്കിൽ അത് നല്ല കാര്യം. നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു നിമിഷം മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. സെവൻ ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ വന്നത് കുറച്ചൊരു നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. കാരണം നിങ്ങൾ അഭിപ്രായങ്ങൾ മാറി മാറി പറയുന്നതായിരിക്കാം. നിങ്ങൾ ഡിസിഷൻ അല്ലെങ്കിൽ മാറ്റി മാറ്റി എടുക്കുന്നതായിരിക്കാം. ചിലപ്പോൾ അത് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇപ്പം നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ പെട്ടെന്ന് മാറ്റുന്ന ഒരു സ്വഭാവമുള്ള ആൾക്കാരായിരിക്കണം കുറച്ച് ആൾക്കാരെങ്കിലും. അപ്പോൾ അത് മറ്റുള്ളവരുടെ ഇടയിൽ നിങ്ങൾക്കൊരു നിങ്ങളെ ഒന്ന് കുറച്ചൊരു കുറച്ച് നെഗറ്റീവായിട്ട് ആ ഒരു കാര്യം ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ കാണുന്നത്. അപ്പം എപ്പോഴും നിങ്ങൾ ആലോചിച്ചിട്ട് മാത്രം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. വളരെ ആലോചിച്ചതിന് ശേഷം മാത്രം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ ശ്രമിക്കുക. പറയുന്ന അഭിപ്രായങ്ങൾ നിങ്ങൾ പെട്ടെന്ന് മാറ്റാതിരിക്കുക. അപ്പോൾ ഇതിൽ കുറേ ആൾക്കാർക്ക് നമ്മളുടെ തന്നെ ഒരു മിസ്റ്റേക്ക് ആയിരിക്കാം ആൾക്കാരിത് കാണുന്നത്. ഇപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് അവരോട് പറയുമ്പോൾ അവരിപ്പോൾ പറയണതല്ല കുറച്ച് കഴിയുമ്പോൾ പറയണം എന്നുള്ളൊരു അഭിപ്രായം ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അത് നമ്മളുടെ തന്നെ മിസ്റ്റേക്ക് ആണെങ്കിൽ നമുക്കത് മാറ്റാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ കുറേ ചോയ്സസ് ആണ് കാണുന്നത്. അപ്പം നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ അതായിരിക്കും ഇതിനേക്കാളും കുറച്ചുകൂടെ നല്ലത് അതായിരിക്കുമോ എന്ന് ചിന്തിക്കും. അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് പോകുമ്പോൾ വീണ്ടും വേറൊരു ഓപ്ഷൻ നമ്മളുടെ മുന്നിൽ വരും. അപ്പോൾ ഇത് നമ്മളുടെ ജീവിതത്തിലെ കാര്യമായിരിക്കാം. ഇത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യമായിരിക്കില്ല. പക്ഷേ ഇത് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് ചിന്തിക്കുമ്പം ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി അല്ല എന്ന് ചിലർക്കെങ്കിലും തോന്നിയേക്കാം. അഭിപ്രായം പെട്ടെന്ന് മാറ്റുകയോ ഒക്കെ ചെയ്യുന്ന ഒരാളാണെന്ന് മറ്റുള്ളവർ ചിന്തിക്കുന്നുണ്ടായിരിക്കണം. അത് ചിലപ്പോൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരായിരിക്കും ഇത് ചിന്തിക്കുന്നത്. നമ്മൾ മറ്റുള്ള ആൾക്കാർ കാണുമ്പോൾ വളരെ വലിയ റെസ്പെക്റ്റായിട്ട് കാണുമെങ്കിലും നമ്മളുടെ അടുത്തുള്ള ആൾക്കാർ, ചിലപ്പോൾ നമ്മളുടെ വീട്ടുകാർ എപ്പോഴും നമ്മൾ അഭിപ്രായം മാറ്റുമെന്നൊക്കെ പറയുന്നുണ്ടായിരിക്കണം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ജസ്റ്റിസാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നീതിയുള്ള ആൾക്കാരാണ് എന്ന് മറ്റുള്ളവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ ചതിക്കൂല എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. കാരണം ആവശ്യമില്ലാത്ത മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ദ്രോഹം വരുന്നൊരു കാര്യം ചെയ്യുകയോ ഒന്നും ചെയ്യാത്ത ആൾക്കാരാണ്. ജസ്റ്റിസുള്ള ആൾക്കാരാണ്. കർമ്മയെ പേടിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത കമൻസ് പറയുകയോ മറ്റുള്ളവർക്ക് ദ്രോഹം വരുന്നൊരു കാര്യം ചെയ്യുകയോ ഒന്നും ചെയ്യൂല. അപ്പം നിങ്ങളെ വിശ്വസിക്കാം എന്നാണ് മറ്റുള്ളവർ ചിന്തിക്കുന്നത്. നിങ്ങളുടെ ഭാഗത്തു നിന്ന് മറ്റുള്ളവർക്ക് ദോഷമൊന്നും വരാനുള്ളൊരു സാധ്യതയില്ല എന്ന് മറ്റുള്ളവർ ചിന്തിക്കുന്നു. കാരണം ജസ്റ്റിസ് ഉള്ള നീതിയുള്ള ആൾക്കാരാണ് എന്നുള്ളതാണ്. ഇതിൽ കുറേ ആൾക്കാർക്കെങ്കിലും നിങ്ങളൊരു വലിയ ട്രാജഡിയിൽ നിന്നും പുറത്തു വന്ന ആൾക്കാരായിരിക്കും കേട്ടോ. അത് മറ്റുള്ളവർ മനസ്സിലാക്കുന്നുണ്ട്. ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു, നിങ്ങൾ ഒരുപാട് ഡൗൺ ആയിപ്പോയി, അതൊന്നും നിങ്ങൾ ഇപ്പോൾ പുറത്ത് കിടന്ന് ഒരു നല്ല രീതിയിലായിട്ടുണ്ടായിരിക്കും. ഒരു ചാൻസ് നിങ്ങൾക്ക് കിട്ടി, അതിൽ നിന്ന് നിങ്ങൾ പുറത്തു വന്നു. ഇപ്പം നിങ്ങൾ ആ ഒരു പാസ്റ്റിലുണ്ടായിരുന്ന ആളെ അല്ല എന്നാണ് മനസ്സിൽ ചിന്തിക്കുന്നത്. ചിലപ്പോൾ അത് നമ്മളുടെ റിലേഷൻഷിപ്പിലുള്ള ആൾക്കാർ വിട്ടുപോയതായിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രിയപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയതിൻ്റെ വേദനയിൽ കുറേ കാലം ഇരുന്നിട്ട് ഈ റീസെൻ്റ്ലി നിങ്ങളതങ്ങ് വിട്ട് കളഞ്ഞിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് വളരെ നല്ല സാധ്യതകൾ ഈ ഒരു സമയം നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം എന്നുള്ളതാണ്. ഇതിൽ കുറച്ച് നിങ്ങളുടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരാണെന്ന് മറ്റുള്ളവർ ചിന്തിക്കുന്നുണ്ട്. കാരണം ഇതിൽ ഇപ്പോൾ എല്ലാ മെസ്സേജും ചിലപ്പോൾ എല്ലാവർക്കും ഒരുപോലെ റെസണേറ്റ് ആകണം എന്നില്ല, അത് മനസ്സിലാക്കണം കേട്ടോ. ചിലപ്പം എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള മെസ്സേജസ് ആയിരിക്കും ഇതിനകത്ത് വരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള മെസ്സേജസ് മാത്രം എടുക്കുക. നിങ്ങൾ വലിയൊരു ട്രാപ്പിൽ പെട്ടുപോയിട്ട് പുറത്തിറങ്ങിയ ആൾക്കാരായിരിക്കണം. കുറേ ആൾക്കാർ ചിലപ്പോൾ എന്തെങ്കിലും അഡിക്ഷൻസ് ഉണ്ടായിരിക്കും. അത് റിലേഷൻഷിപ്പിലോ അല്ലാതെ എന്തെങ്കിലുമോ ഒരു വലിയൊരു അപകടത്തിൽ നിന്നൊക്കെ നിങ്ങൾ രക്ഷപ്പെട്ട് നിങ്ങളിപ്പോൾ നല്ലതായിട്ടിരിക്കുന്നു എന്നുള്ളതാണ് മറ്റുള്ളവർ കാണുന്നത്.
സെവൻ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് ഇതിൽ. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ഫ്രീഡത്തിനകത്ത് വേറെ ഒരാളെയും കയറ്റില്ല എന്ന് മറ്റുള്ളവർ ചിന്തിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇത് നിങ്ങളുടെ ഡിസിഷൻ നിങ്ങൾ മാത്രമേ എടുക്കുകയുള്ളൂ. നിങ്ങളുടേതായ ഡിസിഷൻസ് നിങ്ങൾ വേറെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ താക്കോല് നിങ്ങളുടെ കയ്യിൽ തന്നെയാണെന്നാണ്. അപ്പം അത് എത്ര സ്നേഹമായിരുന്നാലും എത്ര തന്നെ അടുപ്പമുള്ള ആൾക്കാരായാലും മറ്റുള്ളവർ പറയുന്നത് നിങ്ങൾ കേൾക്കുമായിരിക്കാം. പക്ഷേ ഇതിൽ നിങ്ങളുടെ ഒരു ഫ്രീഡം ഉണ്ടല്ലോ, അതിനകത്ത് നിങ്ങൾ വേറെ ആരെയും തലയിടാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ അതിന് പെട്ടെന്ന് പ്രതികരിക്കുന്ന ആൾക്കാരായിരിക്കാം. നിങ്ങളുടേതായ കാര്യങ്ങളിൽ മറ്റുള്ളവരെ ഇടപെടുമ്പോൾ പെട്ടെന്ന് പ്രതികരിക്കും എന്നുള്ളതാണ്. ആരെയും അതിനെ അനുവദിക്കില്ല എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ആൾക്കാരാണ് എന്ന് ചിന്തിക്കൂട്ടോ. നിങ്ങൾ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും പുറത്ത് പറയുന്ന ആൾക്കാരല്ല. നിങ്ങളുടേതായ കാര്യങ്ങളെല്ലാം നിങ്ങൾ വളരെ സീക്രട്ടായിട്ടിരിക്കും എന്ന് മറ്റുള്ളവർ പറയും. പിന്നെ നിങ്ങളോട് ഇങ്ങനെ രഹസ്യങ്ങൾ പറഞ്ഞാൽ അത് അവിടെ തന്നെ ഉണ്ടാവും എന്നും പറയും എന്നും ആളുകൾ ചിന്തിക്കുന്നുണ്ട്. ബാലൻസാണ്. നിങ്ങൾ ശരിക്കും മറ്റുള്ളവരുടെ ഐഡിയയും നിങ്ങളുടെ ഐഡിയയും ചേർന്നാൽ വളരെ വലിയൊരു കാര്യം ഉണ്ടാവുമെന്ന്. അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. ഇപ്പം ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ശരിക്കും ഒരുപാട് പുതിയ ഐഡിയ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റും. അത് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യിക്കാനും മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യാനും പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ശരിക്കും സെൽഫ് കൺട്രോളുള്ള ആൾക്കാരാണ്, ക്ഷമയുള്ള ആൾക്കാരാണ്. ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ വേറെ ആരെയും നിങ്ങൾ കയറാൻ അനുവദിക്കില്ലെങ്കിലും നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിലൊന്നും നിങ്ങളധികം കൈകടത്താൻ പോവില്ല. അപ്പോൾ ഇതിപ്പം പെട്ടെന്ന് മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി അഭിപ്രായം പറയുന്ന ആൾക്കാരല്ല നിങ്ങളെന്നാണ് മറ്റുള്ളവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത്. ഫോർ ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഒരു ഫാമിലിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണെന്നാണ് മറ്റുള്ളവർ ചിന്തിക്കുന്നത്. ഇപ്പം റിലേഷൻഷിപ്പൊക്കെ വേറെ ഇരിക്കാം, ഒരുപാട് റിലേഷൻഷിപ്സൊക്കെ ഉണ്ടായിരിക്കാം, സൗഹൃദങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ എന്നാലും നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നിങ്ങൾ ഫാമിലി ലൈഫിനായിരിക്കണം. അപ്പോൾ അത് മറ്റുള്ളവർ മനസ്സിലാക്കുന്നുണ്ട്. ചിലപ്പം ബാക്കി എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ ഫാമിലി ലൈഫിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്ന ആൾക്കാരായിരിക്കാം. ഇഷ്ടവും സ്വാതന്ത്ര്യവും സന്തോഷവും ഒക്കെ നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും നിങ്ങളുടെ ഫാമിലിയിൽ ഇരിക്കുമ്പോഴായിരിക്കണം. നല്ല മൊമെൻറ്റ്സൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നതും ആ ഒരു ഫാമിലി ലൈഫിൽ തന്നെയാണെന്നാണ് കാണുന്നത്. പേഴ്സണൽ ലൈഫ് എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല എന്നുള്ളതാണ്. നമ്മളുടെ കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ പോലും എല്ലാവരോടും പോയി അങ്ങോട്ട് പറഞ്ഞ് അങ്ങനെയൊന്നുമല്ല. അത് നമ്മളുടെ സന്തോഷം വന്നാലും നമ്മൾ വിഷമം വന്നാലും കുറച്ച് നമ്മളുടേതായ ഒരു ബൗണ്ടറി ഉണ്ടാക്കി അതിനകത്തിരിക്കുന്ന ആൾക്കാരാണ് എന്ന് മറ്റുള്ളവർ ചിന്തിക്കുന്നു. കാരണം നിങ്ങളുടെ പ്രശ്നങ്ങളൊന്നും നിങ്ങൾ മറ്റവരോട് നിങ്ങൾ ഷെയർ ചെയ്യാൻ താല്പര്യമില്ല. അത് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നുണ്ട്. കിങ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. നിങ്ങളൊരു നല്ല വ്യക്തിയാണ് എന്നുള്ളതാണ്. അഹങ്കാരമൊന്നും ഇല്ലാത്ത, ഒരു അഹംഭാവം ഇല്ലാത്ത, ഈ വളർച്ചകളിൽ ഒരുപാട് അഹംഭാവം അഹങ്കരിക്കാത്ത ആൾക്കാരാണെന്നുള്ളതാണ് മറ്റുള്ളവർ ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് ഏതുവരെ പോയാലും നിങ്ങൾ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കും. നിങ്ങളെന്താണ്, നിങ്ങൾ എവിടെ നിന്ന് വന്നു, നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു രീതിയിൽ ഇവിടേക്ക് എത്തിയത് എന്നൊക്കെ ആ ഒരു കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് എന്നെ പെട്ടെന്ന് എത്ര വളർച്ച ഉണ്ടായാലും നിങ്ങളുടെ മുന്നിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടായാലും നിങ്ങൾ മറന്ന ഒരു കാര്യവും ചെയ്യൂല എന്നുള്ളതാണ് മറ്റുള്ളവർ വിചാരിക്കുന്നത്. സിക്സ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. അപ്പോൾ തൊട്ടതെല്ലാം വിക്ടറി ആക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ വിജയിയാണ്, ലക്കിയാണ്, ഭയങ്കര ഭാഗ്യമുള്ള ആൾക്കാരാണ് എന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥാനത്തേക്ക് എത്താൻ നിങ്ങൾക്ക് പറ്റും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റും. അപ്പം നിങ്ങളുടെ കൂടെ നിന്നാലും വിക്ടറിയും സക്സസ്സും ഒക്കെ ഉണ്ടാകും എന്നാണ് കാണുന്നത്. കാരണം നിങ്ങൾക്ക് നല്ല ഐഡിയ ഉണ്ട് എന്നുള്ളതാണ്. എല്ലാ കാര്യത്തെക്കുറിച്ചും പൊതുവായ ഒരു ധാരണയുള്ള ആൾക്കാരാണ്. വ്യക്തികളെക്കുറിച്ച്, ബിസിനസ്സിനെക്കുറിച്ച്, സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് ഒക്കെ നല്ല ധാരണയുള്ള ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ പൊതുവായിട്ട് എല്ലാവർക്കും നിങ്ങളെ ഇഷ്ടമാണ് എന്നുള്ളതാണ്. ഒരു
സമൂഹത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ അറിയാവുന്ന ആൾക്കാർക്കെല്ലാം നിങ്ങളെ ഇഷ്ടമാണ് എന്നുള്ളതാണ്. നിങ്ങളെ റെസ്പെക്റ്റും ഒക്കെ ഉണ്ട് എല്ലാവർക്കും. അത് മറ്റുള്ളവരെ നിങ്ങളുടെ കൂടെ നിർത്താൻ, നിങ്ങളുടെ കൂടെ നിൽക്കാൻ മറ്റുള്ളവർ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം അതാണ്. ഡ്രീമറാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ വലിയ വിശ്വാസമാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സക്സസ്ഫുൾ ആക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്കുണ്ട്. അത് മറ്റാരെ ഹെൽപ്പില്ലാതെ തന്നെ പറ്റും. നിങ്ങൾക്ക് കുറേ അധികം ആൾക്കാരുടെ ഹെൽപ്പൊന്നും വേണ്ട. അല്ലാതെ ഒറ്റയ്ക്ക് ഒരു കാര്യം ഉണ്ടാക്കിയത് സക്സസ് ആക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട് എന്നുള്ളതാണ് ആളുകൾ നിങ്ങളെക്കുറിച്ച് കാണുന്നത്. കാരണം വിശ്വാസം. നിങ്ങൾ പക്ഷേ നല്ല സ്പിരിച്വൽ ആണെന്ന് ആൾക്കാർ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും നിഷ്കളങ്കമായ ഒരു സ്വഭാവമുള്ള ആൾക്കാരാണെന്നാണ് പൊതുവേ നിങ്ങളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇതൊരു ചെറിയ റീഡിംഗ് ആണ്. അപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ, നിങ്ങളിങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.